ഇന്ന് രാത്രിയിലും അതിന് പഠനത്തിൽ വളരെ താല്പര്യത്തോടുകൂടെ വന്ന എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുകയും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വിശേഷ അറിയിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം 70 ആഴ്ചവട്ടങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിന് ഒരാരംഭം കുറിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. 70 ആഴ്ചവട്ടങ്ങൾ ദാനിയേലിലേക്ക് ഗബ്രിയേൽ ദൂതൻ കൊണ്ടുവന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായി സമയം ചെലവഴിച്ചത്. ഏറ്റവും ഒടുവിലായി നമ്മൾ ഓർത്തത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 70കൾക്കും 7കൾക്കും കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതമായ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് 70 ആഴ്ചവട്ടങ്ങളുടെ കാലദൈർഘ്യത്തെ കുറിച്ചാണ്. 70 ആഴ്ചവട്ടങ്ങളുടെ കാലദൈർഘ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് സംബന്ധിയായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വേദ പഠിതാക്കളുടെ മധ്യയുണ്ട്. പലതും ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തോട് വചനത്തിനോട് നീതി പുലർത്തുന്ന ഏതൊരു വ്യക്തിക്കും 70 ആഴ്ചവട്ടങ്ങളുടെ കാലദൈർഘ്യത്തെ കുറിച്ച് സംശയലേശമില്ലാതെ അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരുപാട് തെളിവുകൾ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ഉണ്ട്. നമുക്കറിയാം 7 എന്ന് പറയുന്നത് അത് പൂർണ്ണതയുടെ സംഖ്യയാണ്. 7 ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് 70 ആഴ്ചവട്ടങ്ങൾ. കഴിഞ്ഞ രാത്രി ഞാൻ ഓർമ്മിക്കുകയുണ്ടായി, 70 സംവത്സരങ്ങളെ കൊണ്ട് ബാബേൽ പ്രവാസം അവസാനിക്കുമെന്നുള്ളത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദാനിയേൽ ഗ്രഹിച്ചു എന്ന്. അപ്പോൾ തന്നെ 68 വർഷം കഴിഞ്ഞു പ്രവാസം വന്നിട്ട്. ഇനിയൊരു 2 വർഷമാണ് ദാനിയേൽ നോക്കുമ്പോൾ പ്രവാസികളുടെ മുൻപിലുള്ളത്. അങ്ങനെയാണ് ദാനിയേൽ ദീർഘമായ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ നടത്തുന്നത്. ആ പ്രാർത്ഥനയുടെ ഒടുവിലാണ് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായി 70 ആഴ്ചവട്ടങ്ങളുടെ ഒരു കണക്കുമായി ദാനിയേലിന്റെ അടുക്കലേക്ക് വരുന്നത്. 70 വർഷങ്ങൾ കൊണ്ട് ബാബേൽ പ്രവാസം കഴിയുമ്പോൾ ഒരു താൽക്കാലികമായ ഒരു വിടുതലും വീണ്ടെടുപ്പും സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഇസ്രായേലിന് അനുഭവിക്കാൻ കഴിയുന്നത്. എന്നാൽ ആ 70 സംവത്സരങ്ങളുടെ ഒരു വികസിത രൂപമാണ് 70 ആഴ്ചവട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇസ്രായേൽ നാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വീണ്ടെടുപ്പിന്റെയും നന്മയുടെയും വിടുതലിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു പൂർണ്ണതയിലേക്ക് 70 ആഴ്ചവട്ടങ്ങൾ മുഖാന്തരമായിട്ട് അവർ വരികയാണ്. അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഫോണുകളൊക്കെ ഇന്നലെ ഓർപ്പിച്ചതുപോലെ കാറിലിട്ടിട്ട് വരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അല്ല, പോക്കറ്റിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതൊന്ന് സൈലന്റ് ഇടുകയോ ഓഫ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ദൈവശബ്ദത്തിന്റെ മുൻപിൽ നമ്മൾ മറ്റൊരു ശബ്ദത്തിനായിട്ട് കാതു കൊടുക്കേണ്ട. പ്രത്യേകിച്ച് ഞാനിവിടെ ഇന്നലെയും ഇന്നും പ്രാർത്ഥനയിലും പ്രസ്താവനയിലും ഓർപ്പിച്ചതുപോലെ വളരെ
പ്രാധാന്യമുള്ള ഒരു പ്രവചന ഭാഗത്തേക്കാണ് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ എല്ലാ പ്രവചനത്തിൻ്റെയും നട്ടെല്ലെന്ന് വിളിക്കാൻ കഴിയുന്ന 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുന്ന ആ ഗൗരവമായ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നില്ലെങ്കിൽ ചിലർക്കൊക്കെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ 70 ആഴ്ചവട്ടങ്ങളുടെ കാലദൈർഘ്യം. സാധാരണ ഈ ആഴ്ചവട്ടം എന്നൊക്കെ പറയുമ്പോൾ 7 ദിവസം കൂടുന്ന ഒരാഴ്ചയ്ക്കാണ് നമ്മളെന്ത് പറയുന്നത്, ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ഞായറാഴ്ചയൊക്കെ സാക്ഷ്യമുള്ള സഭകളിൽ കർത്തൃമേശയൊക്കെ കഴിഞ്ഞ് സാക്ഷ്യത്തിനൊരവസരം കൊടുത്താൽ പലരും എഴുന്നേറ്റ് പറയുന്ന ഒരു വാചകമുണ്ട്, കഴിഞ്ഞ ആഴ്ചവട്ടത്തിൽ ദൈവം എന്നെ വളരെ പരിപാലിച്ചു എന്നൊക്കെ. തെറ്റില്ലത്. അവിടെ ആഴ്ചവട്ടം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 7 ദിവസങ്ങൾ അടങ്ങുന്ന ഒരാഴ്ചയാണ്. അതിന് മറ്റൊരു തെളിവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ദാനിയേൽ 10-ന്റെ 2-3 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോലെ പെട്ടെന്ന് ഒന്ന് വായിച്ചാണ്. ദാനിയേൽ 10-ന്റെ 2-3. ആ കാലത്തെ ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും തികയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടും ഇല്ല. ഇവിടെ 3 ആഴ്ചവട്ടം ദാനിയേൽ ഉപവസിച്ച് ദൈവസന്നിധിയിൽ വളരെ ദുഃഖത്തോടുകൂടെ ഇരുന്ന കാര്യമാണ് പറയുന്നത്. അവിടെ ഈ 3 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ 7 ദിവസങ്ങൾ അടങ്ങുന്ന ഒരാഴ്ചവട്ടം. അങ്ങനെയെങ്കിൽ 3 ആഴ്ചവട്ടം ആകുമ്പോൾ എത്ര? 21 ദിവസം. ഒരു പക്ഷേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാവാം ചിലർ 21 ദിവസത്തെ ഉപവാസമൊക്കെ ക്രമീകരിക്കാറുള്ളത്. അതിന് കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് തിന്നു കൊടുത്ത് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഉപവാസം എന്നുള്ളത് അത് ജനത്തെ അങ്ങ് തല തല്ലി പഠിപ്പിച്ചിരിക്കുക, ഇതൊന്നും വേണ്ടെന്ന്. അതൊരു നിർബന്ധമാക്കാനോ കൽപ്പനയായിട്ട് എടുക്കാനോ ഇല്ല. അത് അവന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഒരു തരാൻ ഞാനും. എന്നിട്ട് തനിക്ക് ക്ഷീണമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് ദൈവകൃപയുടെ ആ ഒരു വ്യാപാരമാണ്. പോട്ടെ, ആ ഭാഗം വിട്. അപ്പോൾ ഇവിടെ 21 ദിവസം ദാനിയേല് ദൈവസന്നിധിയിൽ ഉപവസിച്ചിരുന്നു എന്നുള്ളതാണ് 3 ആഴ്ചവട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറയുന്ന 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള 70 ആഴ്ചവട്ടങ്ങളുണ്ടല്ലോ, അതൊരിക്കലും ദിവസങ്ങൾ അടങ്ങുന്നതല്ല, അത് വർഷങ്ങൾ അടങ്ങുന്നതാണ്. അതിന് തെളിവ് നമുക്ക് ബൈബിളിലുണ്ട്. ഓരോന്ന് നമുക്ക് ചിന്തിക്കാം. പ്രവചനപരമായി 70 ആഴ്ചവട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 ദിവസത്തിന് പകരം 7 വർഷമാണ്. അത് ബൈബിളിലുണ്ടോ? ഉണ്ട്. അത് ഞാൻ പ്രകാരം തരാം. 7 വർഷമാണ്. അങ്ങനെ 7 വർഷമാണെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? കാൽക്കുലേറ്റർ ചോദിക്കാതെ പെട്ടെന്ന് കൂട്ടാമല്ലോ. 7 അങ്ങനെയല്ലോ നമ്മൾ പണ്ട് കൂട്ടാറുള്ളത്. 7 49 490 വർഷം. അപ്പൊ 490 വർഷങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട സംഭവങ്ങളാണ് ഈ ദാനിയേൽ 9-ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത്, ഇത് ദിവസങ്ങളല്ലെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത്, കേട്ടോണേ, ഈ 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട പല സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കൂടെ 40 എത്ര ദിവസമാണ്? 7 49 അല്ലേ? അപ്പൊ 70 ആഴ്ചവട്ടം ദിവസം കണക്കൂട്ടിയാൽ എത്ര ദിവസമായി? എത്രയായി? 70 ആഴ്ചവട്ടം ദിവസം കണക്കൂട്ടിയാൽ എത്ര ദിവസമാണ്?
490 ദിവസം. 490 ദിവസങ്ങൾ കൊണ്ട് ഒരു പ്രകാരത്തിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട ആ സംഭവ വികാസമുണ്ടല്ലോ, അതൊരിക്കലും 490 ദിവസങ്ങൾ കൊണ്ട് നടക്കാൻ ഒരു സാധ്യതയില്ല. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞിട്ട് നടക്കത്തില്ല. കാര്യം അതിനൊക്കെ കാലദൈർഘ്യമുള്ളതാണ്. അപ്പോൾ പിന്നെ നിശ്ചയമായും അത് 490 ദിവസങ്ങളല്ല, പിന്നെ 490 വർഷങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനെന്താണ് തെളിവ്? ഞാനത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും അതിനുള്ള തെളിവുകൾ നൽകാൻ പോവുകയാണ്. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം, സഹോദര ജോസൽപ്പം ദീർഘ ഭാഗമാണെങ്കിലും അത് വായിക്കണം. ദിവസം ഉള്ളവർ അത് തുറന്ന് നോക്കണം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, 10 വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നിർത്തി വായിക്കണം. റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷനെ കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കവണ്ടെ അതവന് അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, എന്റെ സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്ന് ലാബാൻ തന്റെ മകൾ ലേയയ്ക്ക് തന്റെ ദാസി ശില്പയെ ദാസിയായി കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ടു. അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തത് എന്ത്? റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുൻപേ ഇളയവളെ കൊടുക്കുക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്ക. എന്നാൽ നീ ഇനിയും 7 സംവത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തന്റെ മകൾ റാഹേലിനെ അവനെ ഭാര്യയായി കൊടുത്തു. ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ എന്തിനായി ഇത് മനഃപൂർവ്വം വായിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഞാൻ പറയാൻ പോയാൽ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഗ്രാഹ്യമില്ലാതെ വരും. ഈ സംഭവം നമുക്കറിയാം. യാക്കോബ് തന്റെ അമ്മാച്ചനായ ലാബാന്റെ ഭവനത്തിൽ ചെന്നതായി, തനിക്കുള്ള 2 പെൺമക്കളിൽ ഇളയവളായ റാഹേലിൽ അവൻ കണ്ണുവെച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം അവൻ ലേയേക്കാൾ അതിസുന്ദരിയായി. അപ്പോൾ ഇത് യാക്കോബ് ഒരു ഉടമ്പടി ചെയ്തു, നീ 7 സംവത്സരം എന്നെ സേവിച്ചാൽ ഇത് നിനക്ക് തരാം. അപ്പോ അങ്ങനെ രാത്രി 7 സംവത്സരം ലാബാനെ സേവിച്ചു. ലാബാന് വേണ്ടി പണിയെടുത്തു. റാഹേലിന് വേണ്ടിയായിരുന്നു. 7 സംവത്സരം കഴിഞ്ഞപ്പോൾ രാത്രിയിലാണ് വിവാഹം നടന്നത്. ഇപ്പൊ നമ്മുടെ ഇടയിലും രാത്രിയിലൊക്കെ വിവാഹം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. അപ്പോ രാത്രിയിലായിരുന്നു ആ വിവാഹം. അല്ലെങ്കിൽ യഹൂദന്മാരുടെ കല്യാണമൊക്കെ അങ്ങനെ, രാജസ്ഥാനിലൊക്കെ അങ്ങനെ, രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രിയില. ഓക്കെ. അപ്പോൾ ആ വിവാഹം ഇന്നത്തെ പോലെ വലിയ ലൈറ്റൊന്നും കാണുകയില്ല. എന്താണെങ്കിലും മൂത്തവളെ കുറിച്ചങ്ങ് കൂടും. നേരം കൊടുത്ത് മുഖം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് റാഹേലല്ല ലേയാണ്. അപ്പോൾ അങ്ങനെ ലാബാനോട് പരാതി പറഞ്ഞു, നീ എന്നെ പണിയായി കാണിച്ചത്. അപ്പോഴാ പറഞ്ഞത്, ഞങ്ങളുടെ ദിക്കില് മൂത്തവൾ നിൽക്ക് ഇളയവളെ കൊടുക്കാറില്ല. നമ്മൾ ചിലപ്പോൾ മൂത്തവൾക്കൊന്നും കരുതില്ല, ഇവിടെ കല്യാണമൊക്കെ നടത്തിക്കോളാം. എന്നാൽ അവിടെ ആ പരിപാടിയില്ല. മൂത്തവൾ നിൽക്ക് ഇളയവളെ കൊടുക്കാറില്ല. അതെ.
അതുകൊണ്ട് എന്നിട്ട് പറയാ, നീ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിനക്ക് തരാം, ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക. അതിന് നീ എന്ത് ചെയ്യണം? എന്നാൽ നീ ഇനിയും 7 സംവത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെയും നിനക്ക് തരാം. ഇനി തെളിവൊന്നും വേണ്ടത്. നീ ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്ക, എന്നാൽ 7 സംവത്സരം ഞങ്ങളെ സേവിക്കുന്നത് കൊണ്ട് ഇവളെയും നിനക്ക് തരാം. അതിന്റെ ഒടുവിൽ പറയുന്നത്, അങ്ങനെ യാക്കോബ് അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു, അവളെ യാക്കോബിന്റെ കയ്യിലേക്ക് കൊടുത്തു. എത്ര ക്രിസ്റ്റൽ ക്ലിയറായി, കൃത്യമായി, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ ഇവിടെ ആ ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണെന്ന് മറ്റൊരു തെളിവ് തേടി പോകാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും 70 ആഴ്ചവട്ടങ്ങളെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:24 മുതൽ 27 വരെ പറഞ്ഞിരിക്കുന്ന ആ 70 ആഴ്ചവട്ടങ്ങൾ വർഷങ്ങൾ കൂടുന്ന ആഴ്ചവട്ടങ്ങളാണെന്നും ഒരാഴ്ചവട്ടം 7 വർഷമാണെന്നും അങ്ങനെയെങ്കിൽ 70 ആഴ്ചവട്ടം 490 വർഷമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇതൊന്നും പോരാ സഹോദര, ഞങ്ങൾക്ക് ഇനിയും തെളിവുകൾ വേണം. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് തെളിവുകൾ അന്വേഷിക്കുന്നവരാണ്. ഇതൊന്നും പോരാ, ഇനിയും വല്ല തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ട്. ദാനിയേൽ 9:27 ഒന്ന് വേഗത്തിൽ വായിച്ചേ. ഞാൻ പറയുമ്പോൾ നിർത്തുകയും വേണം, വായിച്ചാൽ. ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അത് അന്തിക്രിസ്തുവെന്നും നമ്മൾ വിളിക്കുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് അതങ്ങ് പറഞ്ഞതാ. അതെന്നെ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ പഠിപ്പിക്കാൻ ആവശ്യമുള്ളവർ ഈ ഹോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുക. ഇത് വായിച്ചാണ് ജോസഫ്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ ധാനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. അപ്പോൾ ഒരാഴ്ചവട്ടം എത്ര വർഷമാണെന്ന് കണ്ടു നമ്മള്. നിങ്ങളൊന്ന് സഹകരിച്ച് എത്ര വർഷമെന്ന് കണ്ടു? 7 കണ്ടു. ആ 7 വർഷത്തേക്ക് എതിർ ക്രിസ്തു പലരോടും എന്ത് ചെയ്യും? നിയമം ചെയ്യും, ഉടമ്പടി ചെയ്യും. പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അത് നമ്മൾ പഠിക്കും കുറെ കഴിഞ്ഞ്. എന്തായാലും നാളത്തോട് തീരും കേട്ടോ. ഇയാൾ എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരാഴ്ചവട്ടം 7 വർഷമാണ്. 7 വർഷമാണ് എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഉടമ്പടി എടുത്ത് ആരംഭിച്ച് കഴിയുമ്പോൾ അടുത്തത് വായിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ 7 വർഷത്തിന്റെ മധ്യേ എന്ന് പറഞ്ഞാൽ 3.5 വർഷം. പറഞ്ഞേ സഹോദരിമാർക്കും പറയാം, ഞായറാഴ്ച സ്വന്തം ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് 7 വർഷത്തിന്റെ പകുതിയാകുമ്പോൾ അതെത്ര? 3.5 വർഷം. അപ്പോൾ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് കേൾക്കണം. ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞ് ഒടുവിലത്തെ 3.5 വർഷം തുടങ്ങുന്ന ആ ഒരു ഭാഗത്താണ് എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ മധ്യേ. ഇനി ഒരു വസ്തുതയോടെ നമ്മൾ മനസ്സിലാക്കണം. ഈ 7 വർഷത്തെ പൊതുവെ നമ്മൾ വിളിക്കുന്ന ഒരു കാലമാണ്. എന്തോ കാലമാണ്? മഹോദരവും ഒരുവരും പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നുന്നു. പലരും പറയുന്നത് അങ്ങനെയാ. 7 വർഷം ഇവിടെ മഹോദരവം വരുവാണ്. മഹോദരവും വരത്തില്ല, അത് ഉദരവും, അത് തീയൊന്നും പോവാം. മഹോദരവുമല്ല, മഹാ ഉപദ്രവമെന്ന മഹോപദ്രവമെന്നോ പറയണം. ഓക്കെ, അങ്ങനെ 7 വർഷം മഹോപദ്രവ കാലഘട്ടമാണെന്നും നമ്മൾ പറയുമെങ്കിലും, കേൾക്കണം, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലേ പറയുമെങ്കിലും ശരിക്കും മഹോപദ്രവ കാലമെന്ന് പറയുന്നത് ഒടുവിലത്തെ 3.5 വർഷമാണ്.
പറഞ്ഞ മനസ്സിലായില്ലേ? ഈ ഉടമ്പടി ലംഘിച്ചു വരുന്ന ഒടുവിലത്തെ പകുതി എന്ന് നമുക്കതിന് പറയാൻ കഴിയും. ഒടുവിലത്തെ പകുതിയാണ് ശരിക്കും മഹോപദ്രവ കാലമെന്ന് ഈ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓർക്കണം, ആ ഒടുവിലത്തെ 3.5 വർഷമാണ് ശരിക്കും മഹോപദ്രവ കാലം ഈ ലോകത്തില് നടക്കുന്നത്. അപ്പോൾ ആ പകുതിയെ കുറിച്ച് പറയുന്ന കാര്യം, പകുതി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊത്തത്തിൽ കണ്ടുപിടിക്കരുതോ? കണ്ടുപിടിക്കാം. അപ്പോൾ ആ ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറയുന്ന ആ കാലത്തെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്ത് പറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് വായിച്ചു തരണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 27 ഇപ്പൊ വായിച്ചു. ഇനി 7:25 എന്ന് വായിച്ച്. ദാനിയേൽ 7:25 വായിച്ചാട്ടെ. അവൻ അത്യുന്നതനായവനെ വിരോധമായി വമ്പു പറയുകയും, അവിടെ അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുമെന്ന് പറയുന്നത് ആരെ കുറിച്ച്? അന്തിക്രിസ്തുവിനെ കുറിച്ച്. ഏത് ക്രിസ്തു? തന്നെ വായിച്ചു. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ശ്രദ്ധിക്ക്, അത്യുന്നതന് വിരോധമായി അവൻ വമ്പു പറയുമെന്ന് മാത്രമല്ല, വിശുദ്ധന്മാർക്കെതിരെ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്കെതിരെ അവൻ എന്ത് ചെയ്യുമെന്ന്? അവരെ ഒടുക്കിക്കളയും. ഏതായി വിശുദ്ധന്മാര്? ഏതായി വിശുദ്ധന്മാർ? ഈ വിശുദ്ധന്മാരെന്നുള്ള പദം എടുത്തുകൊണ്ട് അന്നും ഇന്നും ഒരു കൂട്ടര് സഭയുടെ വിശുദ്ധന്മാരെന്നുള്ള വ്യാഖ്യാനം കൊടുത്തിട്ട് സഭ മഹോപദ്രവ കാലത്ത് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ വിശുദ്ധന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് സഭയിലെ വിശുദ്ധന്മാരല്ല. കാരണം ഇവന്റെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവന്റെ തല കാണുന്നതിന് മുൻപ് സഭ ഇവിടുന്ന് പോകും. അല്ല, ഇവിടെ ഇരിക്കുന്ന ചിലര് പറയാ, അല്ല ബ്രദറെ, ആ സമയത്ത് സഭ ഇവിടെ ഉണ്ട്. അങ്ങനെ വല്ലവരും ശഠിക്കുന്നെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ മതി, ഞങ്ങൾ അതിന് മുൻപ് പൊയ്ക്കോളാമെന്നൊരു മറുപടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ജനമായ മഹോപദ്രവ കാലത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ്. അതൊക്കെ ഒരു വലിയ വിഷയമാണ്. ആ വിശുദ്ധന്മാർ ആരാണെന്നുള്ളത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലും വായിക്കുമ്പോൾ നമുക്കറിയാം. അവരെ ആരാണെന്നറിയാമോ? 144,000. അവരെ കന്യകമാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു വലിയ വിഷയമായി. എങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു സംശയം വന്നാല് നിങ്ങൾ അതിനോട് നേരെ നിൽക്കാൻ വേണ്ടി ഞാൻ പറയുക. കന്യകമാരെന്ന് കാണുമ്പോൾ ചില ആളുകൾ പറയുന്നു, സഭയല്ലേ അങ്ങനെ? അവനെ സഭയല്ലേ അങ്ങനെ വിളിച്ചത്? സഭയെ കന്യകമാരെന്ന് വിളിച്ചിട്ടില്ല. എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതെ, ഈ ദിവസം തീരുമാനം എടുത്തു. സഭയെ ഒരിടത്ത് പോലും മണവാട്ടി എന്നല്ല, കന്യകമാരെന്ന് വിളിച്ചിട്ടില്ല, കന്യകയെന്നാണ് വിളിച്ചിരിക്കുന്നത്. സഭയെ കുറിച്ച് എവിടെയെല്ലാം പരാമർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഏകവചനത്തിലാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം, ക്രിസ്തുവെന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകമാരായി ഏൽപ്പിച്ചിരിക്കുന്നു. നല്ല, പിന്നെ നിർമ്മല. അതുപോലെ തന്നെ സഭയെ മന്ദിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരം. അതുപോലെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ല് കുഞ്ഞാടിന്റെ കാന്തകൾ ഒരുങ്ങിയിരിക്കുന്നുവെന്നല്ല, കുഞ്ഞാടിന്റെ കാന്തയും ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവസഭയെ പുതിയ നിയമത്തിൽ ഏതിനോടെല്ലാം ശരീരം, സഭ ഏതാണ്?
ശരീരമാണ്. ശരീരങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പറഞ്ഞിട്ടുണ്ട് അവയവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അവയവങ്ങളുണ്ട്, പക്ഷെ ശരീരം ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊള്ളണം. സഭയെ കുറിച്ച് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം നോക്കിയാൽ, ഇപ്പോൾ എടുക്കേണ്ട നേരമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. 9-ാം അധ്യായം 2 പ്രാവശ്യം വായിച്ചു. ഒരു ഹോംവർക്ക് തന്നു വിട്ടില്ലേ? വായിച്ചു? കയ്യിൽ നോക്കിക്കുന്നില്ല ആവശ്യം. ഓക്കെ, ഇത് വീട്ടിച്ചൊന്ന് വായിക്കണം. ഏത്? ഈ 14-ാം അധ്യായം 1 മുതൽ ഒരു പാരഗ്രാഫ്. അവിടെ ഈ 144,000 പേരെ കന്യകമാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? കന്യകമാര് അവരാണ് ഈ മഹോപദ്രവ കാലത്തുള്ള വിശുദ്ധന്മാർ. അവരാണ് മഹോപദ്രവ കാലത്ത്. ഇതൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ പുതങ്കാവി കുറെ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞു. അവരത് സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ ആ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം അത് ഈ മഹോപദ്രവ കാലം, അതാണ് നമ്മുടെ വിഷയം. മഹോപദ്രവ കാലത്തുള്ള അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ. അപ്പോൾ ഇവരെ ഒടുക്കി കളയാനായിരിക്കും വരിക. എത്ര കാലം കേൾക്കണം, എത്ര കാലം ഇവൻ അവരെ പീഡിപ്പിക്കുമെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര കാലം? നമ്മൾ വായിച്ചു, ദാനിയേൽ 7 നിന്ന് വായിച്ചു. എത്ര കാലം പീഡിപ്പിക്കുമെന്ന അങ്ങനെ എഴുതിയിട്ടുണ്ടോ? 3 എഴുതിയിട്ടുണ്ട്. കാലവും കാലങ്ങളും കാലാംശവും. കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കാലം 1 കാലം, 1 വർഷം. കാലങ്ങൾ 2 വർഷം. കാലാംശം കാലവർഷം, പകുതി 6 മാസം, അങ്ങനെ 3.5 വർഷം. ശ്രദ്ധിക്കണേ. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറയുന്നത് 3.5 വർഷമാണെങ്കിൽ ആഴ്ചവട്ടം മുഴുവനും 7 വർഷം എന്ന് കണക്കാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. അതും പോലെങ്കിൽ ദാനിയേൽ 12:7 വായിച്ചാട്ട് അതും ഈ അത്യുന്നതനായ ആ ദൈവത്തിന്റെ വിശുദ്ധന്മാർക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് വായിച്ചത്. ദാനിയേൽ 12:7 വാക്യം. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായവനാണ്. ഇനിയും കാലവും കാലാർത്ഥവും ചെല്ലും. 3.5 വർഷം അവിടെയും നമ്മൾ കാണുന്നില്ലേ? എത്ര കൃത്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഉടമ്പടി ലംഘിക്കുമെന്ന് പറയുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ വർഷങ്ങളാക്കുമ്പോൾ 3.5 വർഷമെന്ന് എത്രയോ ഭംഗിയായിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ പകുതി 3.5 വർഷമാണെങ്കിൽ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് വായിച്ച് അവിടെ എന്താ പറയുന്നത്? ഈ മഹോപദ്രവ കാലം അഥവാ ഉടുവലത്തെ പകുതിയെ കുറിച്ച് എന്താ അവിടെ പറയുന്നത്? വെളിപ്പാട് 12-14 വായിച്ചേ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സംശയം തീരുന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നും കാലവും കാലങ്ങളും 1-2 വർഷങ്ങളാണെന്ന് പല തെളിവുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു. അവിടെ കാലവും കാലങ്ങളൊന്നും അല്ല പറയുന്നത്. 1 കാലം എന്ന് പറഞ്ഞ 1 വർഷം, 2 കാലം, 2 കാലം, 2 വർഷം, പിന്നെ അരക്കാലം, 1/2 വർഷം. അപ്പോൾ എത്രയായി മോനെ? 3.5 വർഷം. ആഴ്ചവട്ടത്തിന്റെ മധ്യ എന്ന് പറയുന്നത് 3.5 വർഷമാണെങ്കിൽ ആ ആഴ്ചവട്ടം മുഴുവനും എത്ര?
7 വർഷം ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലല്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ സഹോദരൻ, നമ്മൾ തെളിവ് ഒത്തിരി അന്വേഷിക്കുന്നവര് തെളിവ് കിട്ടിയാലും നമ്മുടെ മുഖം തെളിയത്തില്ല. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഈ 3.5 വർഷത്തെ 42 മാസങ്ങളായി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ദൈവ കുഞ്ഞുങ്ങളൊക്കെ വചനം വിശ്വസിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ക്രിസ്ത്യൻ ക്ലിയറായിട്ട് തന്നിരിക്കുക. ഈ ഒരു കാലമെന്നും ഇരുകാലമെന്നും അരക്കാലമെന്നും പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ വലിയവനായ ദൈവം നമുക്കത് മാസങ്ങളായി തന്നിരിക്കുക. വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 11:2, വെളിപ്പാട് 11:2 വായിച്ചു. പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടി. ഇത് മഹോപദ്രവകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ ഒടുവിലത്തെ 3.5 വർഷം അന്തിക്രിസ്തുവും അവന്റെ അനുയായികളും ജാതികളും യെരൂശലേമിനെ ചവിട്ടുന്ന കാര്യം, യെരൂശലേമിനെ സ്വാധീനമാക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര കാലം നീളുമെന്നാണ്? 42 മാസം. 42 മാസം എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? എത്ര വർഷമായി? അതും വളരെ എളുപ്പമല്ലേ. 13 36 മാസം. അതൊക്കെ നന്നായി പഠിച്ചവരാ പഴയ ആളുകൾ. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം തൊട്ടു എന്നാലും ശരിയാണ്. 13 36 6 42, അത് 3.5 വർഷമായി. അപ്പോൾ ഇവിടെ 42 മാസം എന്ന് പറഞ്ഞപ്പോൾ 3.5 വർഷം അത് പകുതി കാലഘട്ടമാണ്. മുഴു കാലഘട്ടം കൂടെ കൂടുമ്പോൾ അത് 7 വർഷമാകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഈ കാര്യം തന്നെ 13-ാം അധ്യായം, അത് വായിക്കേണ്ട, ഈ 42 മാസത്തെ കുറിച്ച് 13-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട. ഇനി അടുത്തത് നോക്കണം, ദൈവം ചെയ്യുന്ന ഓരോ കാര്യമേ. ആദ്യം വർഷങ്ങളായിട്ടുള്ള കണക്ക് തന്നു, പിന്നെ മാസങ്ങളായിട്ടുള്ള കണക്ക് തന്നു. ഇനി ചാണ്ടപ്പുള്ള നിനക്ക് അതും പോലെങ്കിൽ ഞാൻ ദിവസത്തിന്റെ കണക്ക് അങ്ങോട്ട് പറഞ്ഞു തരാം. എന്താ ദിവസത്തിന്റെ കണക്ക്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. വെളിപ്പാട് 12:6 സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ നേരത്തെ വായിച്ചപ്പോഴും സ്ത്രീ പ്രസവിച്ച ആൺകുട്ടികളൊക്കെ കണ്ടു. അപ്പോൾ വെളിപ്പാടുമായിട്ട് വലിയ ബന്ധമില്ലാത്തവർ ചിന്തിക്കും, ഏതാ ഈ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി? ഇത് ശരിക്കുമുള്ള പ്രസവം ആണോ? അങ്ങനെ സംശയം. വെളിപ്പാട് പുസ്തക പഠനമല്ല, അത് കൂടുതൽ വേണമെന്നുള്ളവരെ എന്നെ വിളിച്ചില്ലേ, ഇത് പഠിപ്പിക്കാൻ കഴിവുള്ള സഹോദരന്മാരുണ്ട്. ചുമ്മാ കയറി വെളിപ്പാട് പുസ്തകത്തിൽ കൈ വയ്ക്കരുതെന്നൊരു അഭിപ്രായം എനിക്കാണ്. എല്ലാത്തിൻ്റെയും പണ്ഡിതന്മാരായിട്ട് കഴിയുന്ന ആളുകളാണ്. അതൊക്കെ ഒരുപാട് കുഴപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ സ്ത്രീ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനതയാണ്. ഇസ്രായേൽ ജനത്തെ പഴയ നിയമത്തിൽ പറഞ്ഞിടത്തെല്ലാം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ യഹോവയുടെ ഭാര്യയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളായിട്ടൊക്കെ ഇസ്രായേലിനെ അവതരിപ്പിക്കുന്നത് സ്ത്രീലിംഗത്തിലാണ്. അപ്പോൾ ആ സ്ത്രീ ഇസ്രായേലാണെന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ ഈ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ഏതാണ്? സംശയിക്കേണ്ട, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എല്ലാം ഉണ്ടെന്നേ തെളിവ്. ഒരു തെളിവ് നമുക്ക് പറയാമോ? വേണ്ട എന്ന് ഞാൻ അറിയത്തില്ല. നമുക്ക് റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രശംസയ്ക്ക് വകയുള്ള കാര്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്, നിയമങ്ങൾ അവർക്കുള്ളത്, പിതാക്കന്മാരും അവർക്കുള്ളത്. അടുത്തത് പറയുന്നത് ക്രിസ്തുവും ജഗപ്രകാരം അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അതാണ് സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് നിങ്ങൾ കേട്ട് ആ വേദഭാഗത്ത് മനസ്സിലാക്കണം. ആ വേദഭാഗത്ത് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഒന്നിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ
വർത്തമാനകാല ഭാവികാലം, ഭൂതകാലത്തെയും ഭാവികാലത്തെയും ഒന്നിച്ചവിടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന അവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ആൺകുട്ടിയെ പ്രസവിച്ചു എന്നുള്ളത് ഭൂതകാലം. യേശുക്രിസ്തു ലോകത്തിൽ വന്നു, ജനപ്രകാരം അവരിൽ നിന്ന് വന്നു, ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതവിടെ പറയുന്നുണ്ട്. ഈ സർപ്പം ആൺകുട്ടിയെ വിഴുങ്ങാൻ വന്നപ്പോൾ ആൺകുട്ടി എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഞാൻ വേദപുസ്തകം പഠിച്ചാൽ അറിയാം, യേശു ക്രിസ്തുവിനോട് പിശാച് പോരാടിയിട്ടുള്ളതുപോലെ സഭയോട് പോലും എന്ത് ചെയ്യുന്നില്ല, പോരാടുന്നില്ല. യേശുവിന്റെ ജനനം മുതൽ പിശാച് ആരോട് പോരാടിക്കൊണ്ടിരുന്നു? യേശുവിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അതായത് 2 വയസ്സ് മുതൽ തന്നെ പോരാട്ടം തുടങ്ങിയതാ. മനസ്സിലായില്ലേ? ഒടുവിൽ ക്രൂശിൽ ഇവനെ പരാജയപ്പെടുത്തി യേശു ഉയർത്തരുതെന്ന് കരുതി ഇവൻ തന്നെയാണ് ബന്ധോസാക്കിയത്. അല്ലാതെ റോമൻ പടയാളികളല്ല, അവർക്ക് പ്രേരണ കൊടുത്തതാ ബന്ധോസാക്കി. അതും കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. അല്ല, അജയ്യനായി യേശു ഉയർത്തെഴുന്നേറ്റു 40-ാം നാളിൽ സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ പിടിക്കുന്നത് ആരെയാണ്? ഈ ഇസ്രായേലിയാണ്, സ്ത്രീയാണ്. മനസ്സിലാക്കുന്നുണ്ട്? ഇങ്ങനൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ ഇങ്ങേറ്റം ഞാൻ എല്ലായിടത്തും പറയും, തമ്പി സാറേ, ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ആര് പറഞ്ഞാലും മനസ്സിലാകില്ല. കാരണം നമ്മൾ ലളിതമായിട്ട് പറയാം. പോയി ഈ ഇസ്രായേലിനോടല്ല ഈ പോരാട്ടം എന്ന് ചോദിച്ചാൽ കേൾക്കണേ, യേശുക്രിസ്തുവിനെ തകർക്കാൻ പിശാചിന് സാധിച്ചില്ലെന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ സകല കാര്യപരിപാടിയും ആരിലൂടെയാണ്? ഇസ്രായേലിലൂടെയാണ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ കാര്യപരിപാടി തകർക്കുക എന്നുള്ളതാണ് ഇവൻ ആദ്യം മുതലുള്ള ഇവന്റെ ലക്ഷ്യം. മനസ്സിലായില്ലേ? ആദ്യത്തേത് എന്തായിരുന്നു? ദൈവത്തിന്റെ കാര്യപരിപാടി തകർക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്തായിരുന്നു? അതല്ല, അതിനൊക്കെ മുമ്പാ ജോസ്. ഏതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ സിംഹാസനം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്റെ സിംഹാസനം അത്യുന്നതന്റെ സിംഹാസനത്തിന് മീതെ അവിടെ ആരംഭിച്ചതാണ് ദൈവീക പദ്ധതിയെ തകർക്കുക എന്നുള്ളത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് അതിനുശേഷമാണ് ഇസ്രായേലിനെ ദൈവം വേർതിരിച്ചത്. ദൈവത്തിന്റെ കാര്യപരിപാടി മുഴുവൻ, യേശുവിന്റെ ജനനം മുതൽ തന്നെ യേശുവിന്റെ രാജ്യത്വം, ഇതെല്ലാം ഈ ഇസ്രായേലിലൂടെയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പഞ്ചാംഗത്തിൽ ഇസ്രായേലിന് ഒരു വലിയ പ്രാധാന്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ തകർത്താൽ ആ കർമ്മ പദ്ധതികൾ മുഴുവൻ എന്ത് ചെയ്യും? പരാജയപ്പെടും. അതുകൊണ്ട് അവൻ ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചിന്തിക്കരുത് നിങ്ങള്. ഇപ്പൊ തന്നെ യാദൃച്ഛികമാണെന്ന് ചിന്തിക്കുന്നത്. ഇന്നും അവന്റെ പരിപാടി ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നാസർ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്രായേലിനെ ഞങ്ങൾ തകർത്തു പൊടിയാക്കി തൂത്തുവാരി എറിയുമെന്നാ പറഞ്ഞത്. അതിന്നും നിലനിൽക്കുന്നു. നമ്മുടെ വിഷയം ഇസ്രായേലല്ല. അതുകൊണ്ട് ഇത്രയും കേൾക്കുക. ഈ ആൺകുട്ടിയായ യേശുവിനെ തകർക്കാൻ സാത്താന് സാധിക്കാഞ്ഞതിനാൽ അവൻ പിന്നെ പോരാടുന്നത് മുഴുവൻ ആരോടാണ്? ഇസ്രായേലിനോടാണ്. ഇനിയും ഒരു കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്തേക്ക് വരുമെങ്കിലും ഞാൻ ഓർപ്പിക്കാം. ഈ മഹോപദ്രവകാലം പ്രധാനമായും അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണെന്നറിയാമോ? ഇസ്രായേലിനെയാണ്. നിങ്ങൾ നമ്മൾ ആ ഭാഗം വരും. ഇപ്പൊ ഞാനൊന്ന് ഓടിച്ചു പറയുക. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, അത് പിന്നെ ഒന്നുകൂടെ എഴുതേണ്ടി വരും, അതുകൊണ്ട് ഇപ്പോൾ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഈ കഷ്ടകാലത്തെ കുറിച്ച് വിവരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവാചകൻ പറയുന്നുണ്ട്, അത് ഇസ്രായേലിന്, വായിച്ചിട്ടില്ലേ? ഇസ്രായേലിന് ഒരു കഷ്ടകാലം, ഇസ്രായേലിന് ഒരു കഷ്ടകാലമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മഹോപദ്രവ കാലം പൂർണ്ണമായും ഉന്നം വെച്ചിരിക്കുന്നത് ഇസ്രായേലിലാണ്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചത്, അങ്ങനെ മഹാസർപ്പം, ഈ മഹാസർപ്പം പഴയ പാമ്പ പിശാച് ഈ ഇസ്രയേലിനെ തകർക്കാൻ ഒടുവിലത്തെ 3.5 വർഷം ഇവനിലേക്ക് വ്യാപരിച്ചു. അതൊക്കെ വലിയ ഒരുപാട് ദിവസം ഞാൻ അതെല്ലാം മുതലായി പറഞ്ഞതാ. ഇവൻ എപ്പം മുതലാ മൃഗമാകുന്നെന്ന് അറിയാമോ? എപ്പം മുതലാ മൃഗമാകുന്ന? ഏത് മൃഗമാ? എപ്പം മുതലായി മൃഗമാകുന്നത്? ഇവനെ വീട്ടിൽ താഴോട്ട് നിങ്ങൾ ഈ 12ാം അധ്യായമൊക്കെ പോയി വായിക്കണം. വായിച്ചാൽ പോലെ നന്നായിട്ട് വായിച്ചേ ചോറങ്ങണം. ദുസ്വപ്നമൊന്നും കാണരുത്. വെളിപ്പാട് 12 അവിടെ മീഖായേല് സാത്താനുമായിട്ട് ആകാശത്തിൽ എന്ത് ചെയ്യുന്നു? വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഈ മീഖായേല് ആ സാത്താനെ തകർത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുന്നതായി വായിക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവനിലേക്കല്ല, നേരത്തെ കേൾക്കണം, നേരത്തെ പുറമേ നിന്നുകൊണ്ടാണ് അന്തിക്രിസ്തുവിനെ ഇവൻ സഹായിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ താഴെ വന്നപ്പോൾ ഇവൻ എങ്ങോട്ടും കയറി? അന്തിക്രിസ്തുവിലേക്ക് കയറി. അവിടെ മുതലാണ് ഇയാളെ എന്തോ വിളിക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ മുതലാണ് ഈ പുള്ളിയെ മൃഗം ഇന്നും അതാണ്. ഇന്നും അതാ. മനുഷ്യൻ എപ്പോഴാണ് മൃഗമാകുന്നത്? ആ ചെറുക്കൻ 5 എണ്ണത്തെ തകർത്തുകൊണ്ട് മൃഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മൃഗം പോലും നാണിക്കുന്ന വിധത്തിലല്ലേ പ്രവർത്തിച്ചത്. നമ്മളിലാണേലും ആരിലാണേലും പിശാചിന് ആരധീനപ്പെടുന്നുവോ അവനൊരു മൃഗമായി മാറുകയാ. വീട്ടിലാണേലും എവിടെയാണേലും പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരം, അങ്ങനെ പിശാച് ഇസ്രയേലിനെ തകർക്കാൻ, കേൾക്കണം, ഒടുവിലത്തെ 3.5 വർഷം മഹോപദ്രവ കാലത്തിന്റെ ഒടുവിലത്തെ 3.5 വർഷം അടുക്കുമ്പോൾ ആ ഇസ്രയേലിനെ സൂക്ഷിക്കാൻ, അവൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ദൈവം ഒരു സ്ഥലം ഒരുക്കി. ആ സ്ഥലത്തെ കുറിച്ചൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ല. ആ സ്ഥലത്ത് അവള് എത്ര ദിവസം അവളെ പോറ്റി പുലർത്തും? അതാണ് നമ്മുടെ വിഷയം. എത്ര ദിവസം? 1260. ഈ 1260 എന്നുള്ളത് 3.5 വർഷത്തെ ദിവസങ്ങളാണ്. അതെങ്ങനെ അറിയാം? നമ്മുടെ ദിവസങ്ങൾ വെച്ച് കൂട്ടിയാൽ കിട്ടുകയില്ല. നമുക്ക് 365 കാലവിടെ കിടക്കട്ടെ, 365. പക്ഷേ ബൈബിളിൽ കൂട്ടിയിരിക്കുന്നതെല്ലാം ഈ പ്രവചന വർഷമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതറിയാം. പ്രവചന വർഷമാണ്. പ്രവചന വർഷം എന്ന് പറയുന്നത് ഒരു വർഷം 365 അല്ല, 360 ഉള്ളൂ. 360. ഇപ്പോൾ വായിക്കാൻ നേരമില്ല. എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി പറയുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാൻ ചില വേദഭാഗം പറയാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം, 7-ാം അധ്യായം തന്നെ 24-ാം വാക്യം. ഉൽപ്പത്തി 7:11-24 തീർന്നില്ല. 8:4 എന്താ അവിടെ വായിക്കുന്നറിയാമോ? 5 മാസമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വെള്ളം ഇതൊന്നും അത് വായിക്കൊന്നും കണ്ടില്ല. 5 മാസമാണ് വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നത്. 5 മാസം തികഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞു. വൃക്ഷശിഖരങ്ങൾ, അങ്ങനെ വായിക്കുന്നത്, വൃക്ഷശിഖരങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇനി 8-ാം അധ്യായം ഞാൻ തന്ന ഭാഗം നിങ്ങൾ വീണ്ടും നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 150 ദിവസം. 150 ദിവസം. അപ്പോൾ 5 മാസം എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളാക്കി പറയുകയാണ്. എത്ര? 150. അപ്പോൾ എത്രയായി? 3-5-15. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 360, ഒരു മാസം എന്ന് പറയുന്നത് 30. അങ്ങനെയാണ് കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ പ്രവചന വർഷം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ കേട്ടോളുക, മഹോപദ്രവ കാലത്തിന്റെ പകുതിയുള്ള കാലത്തിന് എത്ര ദിവസം പറയാം? 1260 ദിവസം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ 7 വർഷം കൂടുമ്പോൾ എത്ര ആകും? 1260 3 2 എത്ര? എനിക്കറിയാം. 2520. എന്റെ പൊന്നെ, ഞാൻ ചോദിക്കട്ടെ, ഇത് കൂടുതൽ ഈ ഒരാഴ്ച വട്ട 7 വർഷമാണ് തെളിയിക്കുന്ന വർഷമായി വേണ്ട. സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, നമ്മുടെ രാഷ്ട്രീയ
അമേരിക്കക്കാർ പറയുന്ന ഒരു അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ഇത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം ബോധ്യമായി. 70 ആഴ്ചവട്ടങ്ങളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 490 വർഷങ്ങളാണ്. ഒരാഴ്ചവട്ടം 7 വർഷം, 70 ആഴ്ചവട്ടം 490 വർഷങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ ദാനിയേലിന് ഗബ്രിയേൽ മുഖാന്തരമായി ലഭിച്ച 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുന്നത് 490 വർഷങ്ങളാണ്. 490 വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യപരിപാടിയാണ് ആ 4-5 വാക്യങ്ങളിൽ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത ഭാഗം ഇങ്ങനെയുള്ള കേട്ടോളം ടീച്ചറ് ഞാൻ പറഞ്ഞത് ടഫാണ്, കഠിനം. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുത്തത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നും സഭ, എന്നും നടപ്പ്, എന്നും പോരാട്ടം അല്ലേ? ഇതാണല്ലോ നമുക്ക് പോരാട്ടമാണല്ലോ എന്നും ഉള്ളത്. അപ്പൊ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസ് പറഞ്ഞ പോലെ ഇട്ട അടിസ്ഥാനം പിന്നെ എന്ത് ചെയ്യുക? ഇടുക. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ കൈകാര്യം ചെയ്തിരുന്ന, ഞാൻ പറയാം, ഇന്നലെ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഒരു 50 വയസ്സ് 52 വയസ്സ് മുതലാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് പയ്യെ ചാഞ്ഞത്. നോട്ടും പുസ്തകങ്ങളും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അനങ്ങിയിട്ടില്ല. എന്റെ ഷായിസോല ഞാൻ അനങ്ങിയിട്ടില്ല. ഇന്നലെ കേരിപുരിയത്തിന്റെ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, പേടിയാ. കാര്യം എങ്ങനെയായി ഇത് നേരി രൂപമായിട്ട് വ്യാഖ്യാനിച്ചില്ലുണ്ടല്ലോ, വലിയ കുഴപ്പമാണ് ചെയ്യുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തു. പിന്നെ വലിയൊരു പ്രകാശനം കിട്ടി. ശരിക്കും പറഞ്ഞാൽ പവർ മിഷനിൽ എന്നെ 2006 2005 എന്നോട് ചോദിച്ചു ഒരുപാട് ദിവസം ഒന്ന് എടുക്കാമോ? അപ്പൊ കുറെ സംഗതി മെറ്റീരിയൽ കയ്യിലുണ്ട്. നേരത്തെ പറഞ്ഞത് കൈവച്ചാൽ പൊള്ളുമെന്ന് കരുതിയിട്ട് നമ്മൾ അകന്ന് നിൽക്കുക. അതൊരു ദൈവഹിതമെന്ന് കരുതി എടുത്തു. അത് ആ സമയത്ത് വെളിപ്പാട് പുസ്തക പഠനമൊക്കെ കുറവായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു നന്ദി സാറെ, ഈ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി ഒരു ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അന്ന് നേഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പാൾ, ഒരു കത്തോലിക്ക അച്ഛൻ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങെന്നാണ് പുള്ളി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നച്ഛ എന്നെ ബ്രദർന്ന് വിളിച്ചാൽ മതി. എന്നാലും പുള്ളി ആ ബഹുമാനം കൊണ്ട് അങ്ങയുടെ എല്ലാ ആഴ്ചത്തെയും ക്ലാസ് കേൾക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ കഴിഞ്ഞതൊക്കെ മരിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു 50-55 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് പൊതുവെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ഭയത്തോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഇതിന്റെ മുമ്പിലിരിക്കണം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് അല്പം കൂടെ ടഫായിരിക്കുന്ന കാര്യമാണ്. അത് പക്ഷെ ഇതിനത് പഠിച്ചേ പറ്റുള്ളൂ. എന്നാന്നറിയാമോ? ഇതുപോലുള്ള 490 വർഷങ്ങളുടെ കണക്ക് പലയിടങ്ങളിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാം. മനസ്സിലായില്ലേ? ഇത് ഒടുവിലത്തെ 490 വർഷമാണ്. ഇതിനു മുൻപ് ഏതാണ്ട് ഒരു 3 490 വർഷങ്ങളുണ്ട്. 3 490 വർഷം. അതായത് ദൈവിക ഇടപെടൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലിനെ വെളിപ്പെടുത്തുന്ന 490 വർഷം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ചരിത്രം കുറെയായി, അതിന്റെ കുറെ ഭാഗം ചരിത്രമായി. ഒടുവിലത്തെ 490 വർഷവും സഭയോട് ഇടപെടുന്ന വർഷങ്ങളല്ല. പിന്നെ ആരോട് ഇടപെടുന്നതാ? ഇസ്രായേലിനോട് ഇടപെടുന്നതാ. അപ്പോൾ ഈ 490 വർഷം 4 എണ്ണമുണ്ട്. അതിൽ 3 എണ്ണവും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും എല്ലാം ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ 490 വർഷ കാലഘട്ടം. അതിന് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഒന്നാമത്തെ ദൈവിക ഇടപെടൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. അതെന്താണെന്ന് കേൾക്കണം. അത് എന്നു മുതൽ എന്നു വരെ എന്നുള്ളത് അബ്രഹാമിന്റെ ജനന വർഷമായ BC 2111 മുതൽ, അബ്രഹാമിന്റെ ജനന വർഷമായ BC 2111 മുതൽ
മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രയേൽ പുറപ്പെട്ടു പോകുന്ന വർഷമായ BC 1606 വരെ. ഞാൻ ആ ഡേറ്റ് ഇങ്ങനെ പറയാം. അബ്രഹാമിന്റെ ജനന വർഷമായ BC 2111 മുതൽ മിസ്രയീം വിട്ട് ഇസ്രയേൽ പുറപ്പെട്ടു പോകുന്ന BC 1660 വരെയുള്ള കാലഘട്ടം. എന്റെ പൊന്നു ബ്രദറെ, ഇത് പഠിച്ചിട്ട് വല്ല ആവശ്യവും? ഇത് പഠിച്ചാലേ സ്വർഗത്തിൽ അല്ല, ബൈബിള് പഠിച്ചില്ലേലും ഇവിടെ പോകും. സ്വർഗത്തിൽ പോയി രക്ഷിക്കപ്പെട്ടാൽ അതാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന അങ്ങനല്ലേ? രക്ഷിക്കപ്പെട്ടാൽ മതി, പിന്നെ എങ്ങനാണേലും വേണ്ടിയിൽ എന്ത് ചെയ്തു പൊക്കോളൂ. കൃഷ്ണകുട്ടി സൗകര്യം പണ്ട് പറയുന്ന പോലെ വലിയ ചെമ്പുതരത്തിലാണ് നമ്മുടെ രക്ഷ ഇരിക്കുന്ന, ഉടഞ്ഞു പോകത്തില്ല. പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ, അതിലാണ് നമ്മുടെ താല്പര്യം വേണ്ടത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, എന്നോട് പറ, ആ വാക്യം അറിയാമോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ദൂരീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. ഉപദേശത്തിൽ. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസീയമാണെങ്കിൽ സ്തോത്രം. ദൈവത്തിന്റെ ശ്വാസീയം എന്ന് പറഞ്ഞാൽ ദൈവം ഉച്ഛ്വസിച്ചത്. മനസ്സിലാക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ഉച്ഛ്വാസമാണെങ്കിൽ, ദൈവം ഉച്ഛ്വസിച്ചതാണെങ്കിൽ, ഈ ദാനിയേൽ പ്രവചനത്തിൽ 70 ആഴ്ചവട്ടത്തിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഉച്ഛ്വസിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതും നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. അപ്പോ ഈ 490 വർഷങ്ങളുടെ ഇടപെടിയില് ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദൈവിക ഇടപെടൽ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ഞാൻ ഓർമ്മയുണ്ടല്ലോ. അപ്രകാരമില്ലേ ജനന വർഷമായ BC 2111 മുതൽ മിസ്രയീം ദേശത്ത് നിന്ന് ഇസ്രയേൽ പുറപ്പെട്ടു പോകുന്ന വർഷമായ BC 1660 വരെ. 60 വരെ ആ സെന്റൻസ് പൂർണ്ണമല്ല. 60 വരെ എത്ര വർഷമുണ്ടെന്നറിയാമോ? 505 വർഷം. കൂട്ടി നോക്കിയാൽ അറിയാം. 505 വർഷമാണ്. നമുക്ക് എത്ര വേണം? 490. ഇതൊക്കെ രസമാണ് പഠിക്കാൻ വന്നാൽ. നമുക്ക് വേണ്ടത് 490 വേണ്ടത്. ഇവിടെ ഇപ്പോൾ അധികമുണ്ട്. ഇനി ഈ 505 വർഷങ്ങൾ കേൾക്കണം. ഒരു 15 ശൂന്യ വർഷം. ഇങ്ങനെ ഇത് പഠിക്കുന്നത് 15 വർഷം ശൂന്യ വർഷമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം അബ്രഹാമിനോട് കാര്യപരിപാടി ചെയ്യാതിരുന്ന വർഷം. മനസ്സിലായില്ല? ദൈവം അബ്രഹാമിനോട് ഇടപെടാതിരുന്ന വർഷം 15 വർഷം. അതേതാണ് 15 വർഷം ശൂന്യ വർഷം എന്ന് പറയുന്നത്? ഇസ്മായേലിനോടുള്ള ബന്ധത്തിൽ. പിടികിട്ടിയല്ലോ? ഇസ്മായേലിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനോട് ദൈവം ഇടപെടാതിരുന്ന 15 ശൂന്യ വർഷം. അത് ദൈവം എന്ത് ചെയ്യുന്നില്ല? പറഞ്ഞേ കണക്കൂട്ടുന്നില്ല. അത് നമ്മൾ ഓർത്തോണം. എത്ര കാലമായി രക്ഷിക്കപ്പെട്ടിട്ട്? 69 വർഷം. ഈ 69 വർഷമൊന്നും ദൈവം കണക്കൂട്ടുന്നില്ല. ചൊവ്വൻ ജന്മാന്തരത്തിൽ ദൈവത്തിന് വേണ്ടി എത്ര വർഷം ജീവിച്ചു എന്നുള്ളത് മുതലാ ദൈവം പിടികിട്ടിയല്ല. ഉറങ്ങിക്കൊണ്ടിരുന്ന മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെട്ടിട്ട് 60 വർഷമായി, 50 വർഷമായി, 25 വർഷമായി. ഞാൻ പറയുകയാണ്, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് 50 വർഷം. ഇടപെട്ട എന്നെയാണ് ഇടപെട്ട. ഈ 50 വർഷമല്ല വിഷയം. ഈ 50 വർഷം നീ എങ്ങനെ ജീവിച്ചു? ഈ 50 വർഷം നീ എങ്ങനെ പ്രവർത്തിച്ചു? ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഓർക്കണം, നാം വേലക്കിറങ്ങിയ കാലദൈർഘ്യമല്ല ദൈവത്തിന്റെ വിഷയം. നാം വിശ്വാസത്തിലേക്ക് വന്ന കാലദൈർഘ്യമല്ല
ദൈവത്തിന് വിഷയം. എത്ര വർഷം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് വിഷയം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയുക, നിർത്തുവന്നേ, നാളെ കൊണ്ട് കംപ്ലീറ്റ് ആണ്. എൻ്റെ ആത്മീയ മകനായത് ചാക്കോച്ചൻ നടന്നേ ഈ ചുടല താമസിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ മീനാണ്. അവിടെയുള്ള കത്തോലിക്ക പള്ളി ദൂരക്കുറ്റി വീശിക്കൊണ്ടിരിക്കും. അവിടെ ആയിരുന്നു മണം കൂടുതൽ കുതിരുകൾ. അങ്ങനെ ആദ്യം 1-2 ദിവസം ചെന്നപ്പോൾ ഈ കൂലി അകത്ത് കിടന്നുകൊണ്ടെന്ന് നേരെ വന്ന് മുട്ടുന്നില്ല, അകത്ത് കടന്ന് ഏതാണ്ടെല്ലാം പറയുന്നത് നമുക്ക് കേൾക്കാം. അന്ന് അദ്ദേഹത്തിന്റെ മൂത്ത ഏട്ടൻ ബാബു ഇന്നും പാവം, അയ്യോ ഈ മോശമല്ല, പാവമാണ്. അതുപോലെ അമ്മുക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവരുടെ അപ്പനും അമ്മയുമായിട്ട് അവരാ ഉള്ളത്. അപ്പോ അവർക്ക് വളരെ ലീലാമില്ല, അത് തോന്നിപ്പുഴ അമ്മിണി തോന്നിപ്പുഴയോ. അന്ന് അമ്മിണിയൊന്ന് കല്യാണം കഴിച്ച് ഇവരൊക്കെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഇയാൾ ഇതിനകത്ത് കടന്നുകൊണ്ട് ബഹളമാണ്. രക്ഷിക്കപ്പെട്ടു സഭയോട് ചേർന്ന് വന്നു, ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു, ദൈവവേല ചെയ്യുന്നു. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഇറങ്ങിയ നാള് മുതൽ ദൈവം നോക്കിയ ശൂന്യവർഷം കുറവാണ്. ഇത് ഞാൻ അറിയാത്തതോ നമ്മൾ അറിയാത്തതോ എന്നും പ്രവർത്തിക്കാതിരുന്നത്. ചില ആളുകളെ പ്രവർത്തകർ നാളെ വരണേ, സുവിശേഷ വേലയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. വല്ലവനെയും കിട്ടിയിട്ടുണ്ടോ എന്നില്ല, മനസ്സിലായി. അല്ലാതെ ഏതെങ്കിലും ഒരു സഭയിൽ ഇങ്ങനെ ഞാൻ സുവിശേഷകനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇനി ഒരാത്മാവിനെ ഇതുവരെ നേരിയ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കും, ഒരു 50 വർഷത്തോടടുത്ത് സുവിശേഷ വേല ചെയ്യുന്ന ഒരു അനുഭവ പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിൽ സുവിശേഷകന്മാരോട് ഞാൻ ചോദിക്കാം, ഒറ്റ കട്ടൂപ്പേ, ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ കട്ടൂപ്പേ കർത്താവിലേക്ക് കൊണ്ടുവന്ന് സഭയോട് ചേർത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്കും. ഇനി ഒരു 10 പേരെ ഉടനും മതി ഒരു കുഞ്ഞു സഭ നിങ്ങൾ നിമിത്തമായിട്ടുണ്ടായിരുന്നു. അവിടെ വരുമ്പോഴാ ചിലപ്പോൾ അതൊക്കെ ചിലര് മോട്ടിച്ചോണ്ടൊക്കെ പോവും, അത് സാരമില്ല. എന്നാലും നേടാമല്ലോ. ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നിന്നുകൊണ്ട് പറയുക, എന്റെ യുവാക്കൾ കൂടെ വന്നിട്ടുണ്ടല്ലോ, അവരോടും കൂടെ പറയുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാ കൂട്ടായ്മ ബന്ധത്തിൽ വന്നു എന്നുള്ളത് വളരെ ശരിയാ. വർഷങ്ങൾ പലതും പിന്നിട്ടിട്ടുള്ളത് വളരെ ശരിയാ. ചിലപ്പോൾ ചിലര് പല ശുശ്രൂഷകളും സഭയിൽ ചെയ്യുന്നവരായിരിക്കാം, അതും നല്ല കാര്യം. പക്ഷെ ഈ കാലഘട്ടത്തിനുള്ളിൽ ശൂന്യ വർഷമായി കളയാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ഖേദകരമാ. ഇന്ന് രാത്രിയിലെ പഠന നിമിത്തം ആ ശൂന്യത നികത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി ഒരു കാര്യം കൂടെ തമ്പി സാറെ പറയാൻ പോവുക. ഇയാൾ ഈ പറഞ്ഞ് തീർക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ജോലി ഡ്യൂട്ടിയെ എവിടെല്ലാം കൊണ്ടുപോകാൻ ജോലിയെ കുറിച്ച് ഒരു വാർത്ത. ഇന്ന് ഞങ്ങള് ഒരിടത്തിരുന്നാൽ ചായക്കടയിലാണ് കൂടിക്കുക. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടത് ഒരു സഹോദരൻ സ്വന്തം സ്ഥലമൊക്കെ വിട്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ട് സ്വന്തം സ്ഥലമൊക്കെ വിട്ട് മറ്റൊരു സ്ഥലത്ത് വീടുമൊക്കെ വെച്ച് പട്ടണത്തിൽ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയോ അല്ലെ പോളിറ്റൻ സിറ്റിയോ ആണ് അവിടെ താമസിക്കുക. അപ്പൊ ഞാൻ പറയാം, എന്റെ ജോലിയെ ഇയാള് ജോലിയിലുള്ള സമയത്തും സഭയ്ക്ക് ഇയാളെ കൊണ്ട് ഗുണം വന്നില്ല. എന്നാൽ റിട്ടയർഡായിട്ട് വരുമ്പോഴെങ്കിലും ആ സഭയുടെ ചുറ്റുപാടിലെങ്ങാനും ഒരു വീട് വെച്ചിട്ട് ആ സഭയ്ക്കൊരു നന്മയും അനുഗ്രഹവുമായി തീരുന്നു, അതുമില്ല. അത് വളരെ മോശമാണ്. ഞാൻ വിശ്വസിക്കുന്നു ചിലതൊക്കെ ദൈവം ശൂന്യ വർഷമായി കണക്കാക്കുന്നുണ്ടെന്ന ഞാൻ കരുതുന്നത്. ഇനിയിപ്പോ എവിടെയും വീട് വെച്ചവർ അത് തല്ലിപ്പറിച്ചു കൊണ്ടുപോകാനൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ശൂന്യ വർഷം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ആ 15 വർഷത്തെ ആ ശൂന്യ വർഷം മാറ്റിയാൽ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം, 505 നിന്ന് -15 ആക്കിയാൽ എത്ര കിട്ടും? ഇപ്പോഴേ നിങ്ങൾ കൂട്ടിയിരിക്കുക.
അപ്പോൾ ഇവിടെയാണ് ദൈവത്തിന്റെ ഒന്നാമത് ഇസ്രായേലിനോടുള്ള ഇടപെടലില് 490 വർഷം. ഇനിയും രണ്ടാമത്തെ 490 വർഷത്തിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ 490 വർഷത്തിന്റെ ആ കാലഘട്ടം ഞാൻ പറയുകയാണ്. പുറപ്പാടിന്റെ വർഷമായ, പുറപ്പാടിന്റെ വർഷം എന്നായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത്? എന്നാ 1606. അപ്പോൾ പുറപ്പാടിന്റെ വർഷമായ 1606 മുതൽ ശലോമോന്റെ ദൈവാലയം പ്രതിഷ്ഠിച്ച വർഷമായ 1005 വരെയുള്ള 601 വർഷം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പുറപ്പാടിന്റെ വർഷമായ 1606 മുതൽ ശലോമോന്റെ ദൈവാലയം പ്രതിഷ്ഠിച്ച വർഷമായ BC 1005 വരെയുള്ള 601 വർഷം. അപ്പോഴും എത്രയില്ല? 490 ഇല്ല. ഇതിപ്പോ കൂടുതലാ ഇല്ലേ? ആ കൂടുതൽ ഇവിടെ വന്നു. അവിടെയും ഒരു ശൂന്യ വർഷമുണ്ട്. ഏതാണെന്നറിയാമോ? ഏതാണ്ട് 111 ശൂന്യവർഷം. 111 വർഷം ശൂന്യവർഷം. കേൾക്കണം, ഈ 111 വർഷം ശൂന്യവർഷമായിട്ട് ഏതാ ഉള്ളത്? ന്യായാധിപന്മാരുടെ കാലഘട്ടം. ന്യായാധിപന്മാരുടെ കാലഘട്ടം നമ്മൾ എന്താ വായിക്കുന്നത്? അക്കാലത്ത് ഇസ്രായേലിന് രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക്. ആ 111 വർഷം ശൂന്യവർഷമായിരുന്നു. ആ 111 ഈ എത്രയിൽ നിന്ന് 601 നിന്ന് കുറച്ചാൽ മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 400 വർഷം. മനസ്സിലാക്കണം. അപ്പോൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപെടലിലെ രണ്ടാമത്തെ 490 വർഷം. ഇനി മൂന്നാമത്തെ 490 വർഷം നോക്കാം. അത് മൂന്നാമത്തെ ദൈവിക ഇടപെടലാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അത് ഇന്നു മുതൽ ഇന്നു വരെ എന്നുള്ളൂ നോക്കിയാട്ടെ. ദൈവാലയ പ്രതിഷ്ഠ വർഷമായ ഏത് വർഷം? 1005 മുതൽ യെരൂശലേം നഗരം പുതുക്കി പണിയാനുള്ള അർത്തഹ്ശ രാജാവിന്റെ കൽപ്പന പുറപ്പെട്ട വർഷമായ BC 445 വരെയുള്ള 560 വർഷങ്ങൾ. 560 ഒന്നുകൂടെ ഞാൻ പറയാം. ശലോമോൻ ദൈവാലയ പ്രതിഷ്ഠ നടത്തിയ BC 1005 മുതൽ BC 606 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിൽ വന്നു 3 ഘട്ടമായി യെരൂശലേമിനെ ആക്രമിച്ചതായി ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു. ആ സമയത്ത് എന്ത് ചെയ്തു? യെരൂശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞു. യെരൂശലേം നഗരം തകർത്ത് കളഞ്ഞു. അതെന്ത് ചെയ്യണം? പണിയണം. ആ പണിയാൻ ഒരു കൽപ്പന കൊടുത്തത് അർത്തഹ്ശ രാജാവ്. ആ കൽപ്പന കിട്ടിയത് ആർക്കായിരുന്നു? നഗരം പണിയാനുള്ള കൽപ്പന കിട്ടിയത് ആരാണ്ട് ഏതാണ്ടൊക്കെ പറയുന്നു. സെരുബ്ബാബേൽ ദൈവാലയ പണി. നെഹമ്യാവ്. അത് നെഹമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ശലോമോന്റെ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാ വർഷമായ 1005 മുതൽ അർത്തഹ്ശ രാജാവിന്റെ കൽപ്പന പ്രകാരം യെരൂശലേം നഗരം പണിയാൻ കൽപ്പന പുറപ്പെട്ട BC 445 വരെയുള്ള കാലഘട്ടം ആകെ 560 വർഷങ്ങളാണ്. അപ്പോഴും എത്രയില്ല? 490 ഇല്ല. അതെന്താ കാര്യം? അവിടെയും നമുക്കൊരു ശൂന്യ വർഷം കാണാൻ കഴിയും. ഏതാണ് ആ ശൂന്യ വർഷം? 70 വർഷത്തെ പ്രവാസകാലം. 70 വർഷത്തെ പ്രവാസകാലം. അപ്പൊ 70 വർഷം അവിടെയും എന്തുണ്ട്? ശൂന്യ വർഷമുണ്ട്. അപ്പൊ ഇനി ഒന്ന് ചിന്തിക്ക്. 560 വർഷങ്ങളിൽ നിന്ന് 70 വർഷം കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 410. ഇവിടെ ഒരു അർത്ഥവിരാമം കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കും. എത്ര കാലം നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. യുവാക്കളെ, യുവതികളെ, സഹോദരി സഹോദരന്മാരെ, എത്ര കാലം ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുമെന്ന് നിശ്ചയമില്ല. 8:30 ക്ലാസ്സും കഴിഞ്ഞേച്ച് വീട്ടിലങ്ങ് എത്താം. ഇന്നലെ ഒരു 9:15 ഓടി
ചപ്പാട് കഴിക്കാൻ പോയത് കൊണ്ട് അത്രയും നേരത്തെ 9:15 അവിടെ. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് 8 കഴിയുമ്പോൾ ഒരു ചായ കുടിച്ചേച്ച് ഞങ്ങൾ രണ്ടും കൂടെ ചെല്ലാമെന്ന്. പൊട്ട കണ്ടപ്പിള്ള താൻ ചെല്ലുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ കൃപ. മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. സക്കറിയാവിന്റെ പ്രവചനത്തില് ഇതിനകത്ത് എഴുതാനല്ല, സക്കറിയാവിന്റെ പ്രവചനത്തില് ഇനിയും പണിയാൻ പോകുന്ന ദൈവാലയത്തെ കുറിച്ച്, ഇനിയും പണിയാൻ പോകാനല്ല, പ്രവാസം കഴിഞ്ഞു പണിയാനുള്ള ദൈവാലയത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കല്ലുകൾ പെറുക്കി വെക്കുമ്പോൾ കേൾക്കണം. ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ, നമുക്കിതൊക്കെ അന്യമാണ്. ഓരോ കല്ല് പെറുക്കി വെക്കുമ്പോൾ അതിനൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. പറയാമോ? കൃപ. ഓരോ കല്ലും പെറുക്കി വെക്കുമ്പോൾ കൃപ 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 എന്ന് പറഞ്ഞ് അവരാണിക്കല്ല് പറയുള്ളൂ. ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് അതുകൊണ്ട് ഒറ്റ ജീവിതമേ നമുക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു ശൂന്യ വർഷം ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട്. ഇനി 4-ാമത്തെ 490. ഞാൻ പറഞ്ഞത് ഈ പഠിക്കുന്നതോട് നമുക്ക് ഇൻട്രസ്റ്റ് വരും. 4-ാമത്തെ 490. ഈ 4-ാമത്തെ 490 ഇപ്പോഴത്തെ നമ്മുടെ പഠന വിഷയം. ഇപ്പോഴത്തെ നമ്മുടെ പഠന വിഷയമായ 70 ആഴ്ചവട്ടങ്ങളാണ് ഒടുവിലത്തേതും 4-ാമത്തേതുമായ 490. ഇതുവരെ തികഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാൻ പോവുകയാണ്, കേട്ടോളുക. ഈ 490 വർഷത്തെ കുറിച്ച് കേൾക്കണേ. നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കിക്കോണം. ദാനിയേൽ 9:24 മുതൽ 27 വരെയുള്ള ആ ഒരു ദർശനം, 70 ഏഴുകളുടെ അല്ലെങ്കിൽ 70 ആഴ്ചവട്ടങ്ങളുടെ 490 വർഷങ്ങൾ. അത് എന്നാണ് ആരംഭിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. ജോസ് ഒന്ന് വായിക്കാമോ? അതിന്റെ 24 നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ എന്നെല്ലാം തുടങ്ങുന്നത് 24 വായിച്ചാട്ട്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവൻ ഇവിടെ 7 ആഴ്ചവട്ടം എന്ന് പറയുന്നു, പിന്നെ പറയുന്നു 62 ആഴ്ചവട്ടം. അവിടെ പറയുന്ന സംഭവം നിങ്ങളൊന്ന് കേൾക്കണേ. യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതി. ഇത് ശരിയായ ഒരു ട്രാൻസ്ലേഷൻ അല്ല. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാം. ഈ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കിയാൽ 7 ആഴ്ചവട്ടം കൊണ്ട് 2 കാര്യം സംഭവിക്കണം. ഏതൊക്കെയാ? യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയണം, പിന്നെ അഭിഷക്തനായ 7 ആഴ്ചവട്ടം. 7 ആഴ്ചവട്ടം എത്ര വർഷമുണ്ട്? 7 ആഴ്ചവട്ടം എത്ര വർഷമുണ്ട്? 49 വർഷം. 49 വർഷത്തിനുള്ളിൽ ഇത് രണ്ടും കൂടെ നടക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ വിഷയമാണ്. എന്റെ കയ്യിൽ ജെ.എൻ. ഡാർബിയുടെ ബൈബിളുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, നിങ്ങളുടെയൊക്കെ കാണുമായിരിക്കും. ജെ.എൻ. ഡാർബി അദ്ദേഹം മൂലഭാഷയിൽ നിന്ന് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ബൈബിളാണ് ജെ.എൻ. ഡാർബി ബൈബിൾ, കേട്ടോ. അത് മലയാളത്തിൽ ഞാൻ പറയാൻ പോവുക. നിങ്ങൾ ഈ ഭാഗവും നോക്കണം, അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നുള്ളൂ നോക്കിയാൽ നിങ്ങൾ നോക്കി. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 62 ആഴ്ചവട്ടങ്ങൾ. അപ്പൊ വരുമ്പോ ക്ലിയറായി. 7
62 ആഴ്ചവട്ടങ്ങൾ. അപ്പോൾ എത്രയായി? 69 ആഴ്ചവട്ടമായി. മനസ്സിലായില്ലേ? അപ്പോൾ 69 ആഴ്ചവട്ടത്തിനുള്ളിൽ പ്രധാനമായി സംഭവിക്കേണ്ട 2 കാര്യങ്ങളാണ്. യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയണം. 2, അഭിഷിക്തനായ പ്രഭു വരണം. ഈ 69 ആഴ്ചവട്ടം കൊണ്ട് സാധിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പിന്നീട് വിവരിക്കുന്നത് വലിച്ചു നാളെ നമുക്ക് വിവരിക്കാം. എന്നാൽ ഇവിടുത്തെ 490 എടുക്കണമല്ല. ഇപ്പൊ എത്ര വർഷമായി? അഭിഷിക്തനായ പ്രഭു വന്നു ഇല്ലേ? അതാരാ? സംശയമുണ്ട്. അഭിഷിക്തനായ പ്രഭു ആരാ? യേശു. അതെപ്പോഴാണെന്നുള്ളത് നമുക്ക് പിന്നെ അല്ല ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. യേശു അഭിഷിക്തനായ പ്രഭുവായി വെളിപ്പെട്ടത് എപ്പോഴാണ്? ഏതേലും അഭിപ്രായം പറ. തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് ഭംഗിയായിട്ട് ഞാൻ പരിഹരിച്ചോളാം. യേശു അഭിഷിക്തനായ പ്രഭുവായി വെളിപ്പെട്ടത് എപ്പോഴാണ്? സ്നാനപ്പെട്ടപ്പോ. ഒരു സഹോദരമാണ് ആ ശബ്ദം സ്നാനപ്പെട്ടപ്പോഴാണ് ഒരഭിപ്രായം. ഇനിയും വല്ല അഭിപ്രായം? യെരൂശലേമിലേക്കുള്ള പ്രവേശം. ഇനിയും വല്ലതുണ്ടോ? പറഞ്ഞു, ചുമ്മാ പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാവരും പറയാറുണ്ട്. ചിലര് ജനിച്ചപ്പോഴുള്ളതാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കേട്ടതുപോലെ ചിലര് പറയുന്നു സ്നാന സമയത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലര് പറയുന്നത് നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞ ഹോശാന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി സീയോൻ പുത്രിയുടെ രാജാവായി അല്ലെ സെഖരിയാ പ്രവചനം 9:9 നിവർത്തിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് നടത്തിയ ജൈത്ര യാത്രയാണ് അഭിഷിക്തനായ പ്രഭു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി വേഗത്തിൽ പറയാം. ആദ്യത്തെ 2 തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അത് ചിന്തിക്കേണ്ടെന്ന് ഞാൻ പറയുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ട് സന്തോഷമായി. എന്നാൽ ഒടുവിൽ പറഞ്ഞതാണ് ശരി. ഏതാണ്? സെഖരിയാവ് 9:9 നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു സൗമ്യതയുള്ള രാജാവായി സീയോൻ പുത്രിയുടെ രാജാവായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് നടത്തിയ ജൈത്ര യാത്രയാണ് അഭിഷിക്തനായ പ്രഭു. ഇനി അവിടെ വേറൊരു പ്രഭുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. വളരെ താഴേക്ക് വായിച്ചേ ജോസഫ്. താഴോട്ട് വായിച്ചേ. അയ്യോ, വരുവാനിരിക്കുന്നു. അവ 2 പ്രഭുക്കന്മാരാണ്. ഒന്ന് അഭിഷിക്തനായ പ്രഭു, 2 വരുവാനിരിക്കുന്ന പ്രഭു. അതാരാ? ഇത് 2 ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആളുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ പ്രഭു കാണുന്നതെല്ലാം യേശുവാണെന്നാണ് ചിന്തിക്കുന്നത്. അവിടെ വരുവാനിരിക്കുന്ന പ്രഭു ആരാ? 2 അഭിപ്രായമാവുള്ളത്. ചിലര് പറയുന്നത് ടൈറ്റസ് ആണ്. റോമൻ സൈന്യാധിപനായ ടൈറ്റസ് വന്നാണല്ലോ ഒരു പ്രളയം പോലെ വന്ന് തകർത്ത് കളയുമെന്ന് പറയുന്നത്. ടൈറ്റസ് AD 70 തകർത്തതിനെ കുറിച്ചാണ് നാം പറയുന്നത്. മറ്റു ചിലര് പറയുന്നു അതല്ല, ഇത് ക്രിസ്തുവാണ്. ഞാൻ 2ാമത്തെ അഭിപ്രായത്തോടാണ് ചേരുന്നത്. കാരണം അഭിഷിക്തനായ പ്രഭു പറഞ്ഞിട്ട് വരുവാനുള്ള പ്രഭു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിവരണം പറയുന്നതെല്ലാം കേട്ടോളൂ അന്തിക്രിസ്തുവിന് ചേരുന്ന കാര്യങ്ങളാണ്. അതിന്റെ 27ാം വാക്യത്തിൽ അവൻ ആഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും, ആഴ്ചവട്ടത്തിന്റെ മധ്യേ കന്യയാകവും ഭോജനയാകവും നിർത്തലാക്കും. അവിടെ അവൻ എന്ന് പറയുന്നത് വരാനുള്ള പ്രഭുവാണ്. അത് ടൈറ്റസ് ചെയ്തിട്ടില്ല, അത് വരാൻ പോകുന്നതേയുള്ളൂ അന്തിക്രിസ്തു. അപ്പൊ ഇവിടുത്തെ നമ്മുടെ 490 ഉടലെത്തെയാണല്ലോ വായിക്കേണ്ടത്. 69 കഴിഞ്ഞു ഇല്ലേ? 69 ഇല്ലേ? 69 2 കാര്യം നടക്കണമല്ലോ. യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയണം. അത് നമ്മൾ നാളെ ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കും. അത് BC 445 അർത്തഹ്ശസ്ത രാജാവിന്റെ കൽപ്പന നെഹമ്യാവിന് ഉണ്ടായിട്ട് നെഹമ്യാവാണ് ആ പണിക്ക് നേതൃത്വം കൊടുത്തത്. പിന്നെയും കാലങ്ങൾ എടുത്തു. അതിന്റെ മണ്ണും എല്ലാം മാറ്റി ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ഒരു നഗരമാക്കാൻ സമയം ഒരുപാട് എടുത്തു. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതും നടക്കണം, അഭിഷിക്തനായ പ്രഭുവും വരണം. ഇത് 2 69 ആഴ്ചവട്ടം കൊണ്ട് നടന്നു. ഇതുവരെ എന്ത് വന്നിട്ടില്ല. 69 കഴിഞ്ഞിട്ട് വരണം. വരണ്ടേ? വന്നിട്ടില്ല. എന്താ വരാഞ്ഞേ?
എന്താ വരാഞ്ഞേ? 490 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ എത്ര വർഷം തീർന്നു? കണക്കിൽ കുറവാണ്. 483 വർഷം കഴിഞ്ഞു. ഇനിയും എത്ര വർഷമുണ്ട്? 7 വർഷം വന്നില്ല. എന്താ കാര്യം? ഇപ്പൊ നമ്മൾ ചിന്തിച്ചു തന്നെ ഒരു ശൂന്യകാലം അവർക്കൊരു ശൂന്യകാലം എടുത്തോ. ഇതൊക്കെ ചാണ്ടമുള്ള ചുമ്മാതെ പറയുകയല്ല. എന്റെ അധ്വാനം കഴിച്ചെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കമുണ്ട്. അപ്പം നോക്കിയാട്ടെ, മത്തായി സുവിശേഷം എടുത്ത് 23-ാം അധ്യായം 37 മുതൽ 39 വരെ ഒന്ന് വായിച്ചേ. മത്തായി 23-ന്റെ 37 മുതൽ 39 വരെ വായിച്ചാട്ട് 37 മുതൽ 39 വരെ. യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവനെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയും കീഴി ചേർത്തും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വാർത്തപ്പെട്ടവരെന്ന് പറയുമ്പോഴോ നിങ്ങൾ ഇനിയും എന്നെ കാണുകയില്ല. നിങ്ങൾ ഇനി എന്നെ കാണുന്നില്ല, ക്രൂശിക്കപ്പെടാൻ പോവുക. അപ്പോൾ യേശു ഇവിടെ യെരൂശലേമിനെ കുറിച്ചുള്ള വലിയ ഭാരത്തിൽ പറയുന്ന വാക്ക്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ചെയ്യും. സഹോദരങ്ങളെ, 490 വർഷം ഇതുവരെ വരാതിരുന്നു. 83 കഴിഞ്ഞിട്ട് 7 വർഷം വരേണ്ടതാ, വന്നില്ല. 483-നും ഈ 83-നും ഈ ഒടുവിലത്തെ 7-നും തമ്മിൽ ഒരുപാട് വർഷമുണ്ടായി. ഇപ്പൊ പറഞ്ഞാൽ എത്ര വർഷമായി കാണും? അതെ, കണക്ക് കൂട്ടിയ 2025 വർഷം ശൂന്യവർഷമാണ്. ആർക്ക്? നമുക്കല്ല. ആർക്ക്? ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് 69 കഴിഞ്ഞിട്ട് ഇതുവരെ 70 വന്നില്ല. അപ്പോൾ 69-നും 70-നും ഇടയ്ക്ക് 2025 ഇന്നത്തെ ചേർത്ത് ശൂന്യവർഷമായി. ഇനി ഇത് എത്ര കാലം ഈ ശൂന്യവർഷം തുടരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് തീരുന്നത് എപ്പോഴാന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. എപ്പോഴാ? സഭ ഇവിടെ നിന്ന് പോകുമ്പോൾ, സഭ ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ഒടുവിലത്തെ ആഴ്ചവട്ടം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടാനായിട്ട് പോകുന്നത്. അതുവരെ ശൂന്യകാലമാണ് അവർക്ക്, ശൂന്യവർഷമാണ് അവർക്ക്. ഇത് കിട്ടുന്നുണ്ടോ? എന്താ അതിന്റെ കാരണം? പുസ്തകം അടക്കാൻ പോവുക. എന്താ അതിന്റെ കാരണം? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അതിനെ ദൈവപുത്രനായ യേശുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ ശൂന്യതയുടെ. ഇനി ഞാനൊരു വസ്തുത പറയാം. ആദ്യം മുതലുള്ള ശൂന്യത, 3 ശൂന്യ വർഷങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ, ഇല്ലേ? അബ്രഹാമിന്റെ മുതൽ, അബ്രഹാമിൽ ഈ 15 വർഷം ശൂന്യകാലം വന്നത് എന്താ? ഇസ്മായേലിനുള്ള ബന്ധത്തിൽ. അത് ദൈവത്തിന്റെ കാര്യപരിപാടിയായിരുന്നോ? ആയിരുന്നോ? ഉറക്കെ പറ. തീരാൻ പോകുന്ന ഞാനല്ല, ഈ യോഗം പെട്ടെന്ന് തീരാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൽ പറ. 15 വർഷം എന്ന് പറയുന്നത് ശൂന്യകാലമാണ്. ഇസ്മായേലിനുള്ള ബന്ധത്തില്ല. അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതല്ലായിരുന്നു, ദൈവത്തിന് വിരോധമാണ്. അപ്പൊ ദൈവത്തിന് വിരോധമായി നമ്മളിൽ സംഭവിക്കുമ്പോൾ അതെന്തായി മാറുകയാണ്? നോക്കണം നിങ്ങള്. ഇനി രണ്ടാമത് നമ്മളൊരു ശൂന്യം ചിന്തിച്ചു. ഏതായിരുന്നു? ഇത് ദൈവാലയത്തിന്റെ അല്ലെ? അതായിരുന്നു 2. പുറപ്പാട് മുതൽ ദൈവാലയ പണി വരെയുള്ളത്. അതിനകത്ത് 111 വർഷം ന്യായാധിപന്മാരുടെ കാലവും. അന്ന് എന്തായിരുന്നു അവരുടെ ശൂന്യതയുടെ കാരണം? ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ശൂന്യതയുടെ കാരണവും ദൈവത്തിന് വിരോധമായി പാപം ചെയ്തതാണ്. ഈ നാലാമത്തെ 490 വർഷത്തിന്റെ ശൂന്യകാലത്തിന്റെ കാരണവും ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാണ്. എത്രയല്ല നോട്ടീസ് 8:20 കഴിഞ്ഞു, 5 മിനിറ്റ്. ഇതിനകത്തൊരു കാര്യം നമുക്ക് സന്തോഷിക്കാം. അവർക്കൊരു ശൂന്യത വന്നതുകൊണ്ട് നമുക്കൊരു നിറവ് വന്നു. ഇയാളെന്ത് ചെയ്യും? ഞാൻ പറയുന്ന വചനമാണ്. 1
യോഹന്നാൻ 1 അവന്റെ നിറവിൽ നിന്ന് അവന്റെ നിറവിൽ നിന്ന് കൃപമേ ഇവർ പോയിരുന്നു. 2 എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാറ്റെയും നിറയ്ക്കുന്നവന്റെ ഒന്ന് പറഞ്ഞാട്ട് സഹോദരന്മാരെ ഉള്ളൊന്ന് കത്തട്ടെ. എല്ലാത്തിനെയും നിറയ്ക്കുന്നവന്റെ നിറമായ അവന്റെ ശരീരമായ അപ്പൊ ദൈവത്തിന്റെ നിറമാരാ? അവര് ശൂന്യമായിടത്ത് നമ്മളെ നിറച്ചു. ഇതേ നമ്മളൊക്കെ എന്നാ ഇത് നമ്മളെ ഓളം നമ്മുടെ ഭാഷയിൽ ഇന്നാരാ നമ്മുടെ മണവാട്ടി സമയം ഒരു വീട്ടില് ഞാൻ ഈ പറയുന്ന ഇഷ്ടാത്ത ചിലരെ കേട്ടുക. ഒരു വീട്ടില് പണ്ടത്തെ ഒരു കഥയാണ്. 3 മക്കളുമാണ്. അന്നത്തെ പള്ളിക്കൂടമാണ്, ഇന്നത്തെ MDMA ഉള്ള പള്ളിക്കൂടമല്ല. അന്നത്തെ പള്ളിക്കൂടത്തിൽ നിന്ന് ഈ 3 പേര് 4 മണി വിട്ട് വരുമ്പോൾ അമ്മ കടുകാപ്പിയും കൊടുക്കും, ഒരു കടിയും കൊടുക്കും. അന്നത്തെ ദിവസം അമ്മ 3 നെയ്യപ്പം വാങ്ങിച്ചു വെച്ചു. 1-ാമൻ മുതൽ 3-ാമൻ വരെ കൊടുക്കാൻ. 1-ാമൻ വന്നു, അവനൊരു നെയ്യപ്പൂ ഒരു ഗ്ലാസ് കടുകാപ്പിയും കൊടുക്കും. 2-ാമൻ വന്നു, അവനും ഒരു നെയ്യപ്പൂ ഒരു കടുകാപ്പിയും കൊടുക്കും. 3-ാമൻ ഇളയവന് അവനും വന്നു, അവനും ഒരു നെയ്യപ്പൂ ഒരു ഗ്ലാസ്. ഇളയവൻ ഒരു നെയ്യപ്പം കിട്ടിയിട്ട് അവൻ വിഷപ്പെട്ടില്ല. അവൻ ഇളയതായതുകൊണ്ട് അവന് 2 കിട്ടും. അവനങ്ങ് സിദ്ധാന്തം പിടിച്ചു, എനിക്കിത് വേണം. കുറെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ അടുക്കളയെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കൊരണ്ടി പഴകയിലിരുന്നു. അമ്മ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ തിന്നണം, വേണം തിന്നേച്ച് വന്നത്. അപ്പൊ കുറെ കൂടെ അവനങ്ങ് അരിശം. അവനെ നെയ്യുമ്പോൾ ഒരു അടുക്കളയിലോട്ട് കയറും. ഇത് വന്നു വീണത് അമ്മയുടെ മടിയില്ല. അമ്മ അതെടുത്ത് തിന്നോണ്ട് ഇങ്ങനെ പറഞ്ഞു, എടാ മകനെ, നിന്നൂടെ പോകുമ്പോൾ എന്നൂടെ ഭാഗ്യമായി. ഹല്ലേലൂയ. ജീവന്റെ അപ്പം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവരെടുത്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കണ്ണു നിറഞ്ഞ് നമുക്ക് ദൈവത്തെ അവരെടുത്തെറിഞ്ഞു. അത് വന്നു വീണത് നമ്മുടെ മാർഗം. ഇന്ന് നമുക്ക് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവമക്കളാകുവാൻ സഹായിക്കട്ടെ. അടുത്തത് നമുക്ക് നാളെ പഠിക്കാം. എല്ലാവരും ഇനിയും ആളുകൾ ഈ കണക്കിൽ വരും. നമുക്ക് എവിടെയൊക്കെ ഇരുത്താം, വിളിച്ചുകൊണ്ട് പോവാം. ഇതുവരത്തെ ദിവസം നാളെ എന്തൊക്കെയാ പറയാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും നാളെ വരിക, പ്രാർത്ഥിച്ച് വരിക, തീരുമാനിച്ചു വരിക, കൃപയോടുകൂടെ വരിക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തട്ടെ.